എൻ്റെ പേര് റോസമ്മ ജോസഫ്. ഞള്ളാനിയിൽ ആണ് എന്നാണ് എൻ്റെ വീട്ടുപേര്. എൻ്റെ സ്വദേശം കട്ടപ്പന തന്നെയാണ്. ഞാൻ 2020 റിട്ടയർ ചെയ്ത ഒരു പ്രധാന അധ്യാപികയാണ്. അതിനുശേഷം ഞാൻ ആ കൊറോണ കാലം ആരംഭിച്ചപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടത് ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനാണ്. എനിക്ക് ആദ്യകാലത്ത് പൂക്കളുള്ള ചെടികളോട് മാത്രമായിരുന്നു താല്പര്യം. പക്ഷെ പിന്നീട് ഈ കൊറോണ ആയിരുന്ന സമയത്ത് ഞാൻ ഈ ഇലച്ചെടികളെ പരിചയപ്പെടുകയും എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആരംഭിച്ച എൻ്റെ പുതിയ ഗാർഡനാണ് ഇത്. ഇലകളുടെ ഒരു പറദീസ തന്നെയാണ് അഗ്ലോണിമ ചെടികൾ, വ്യത്യസ്തങ്ങളായ അഗ്ലോണിമ ചെടികൾ. അഗ്ലോണിമ ചെടികളിലെ കളറുള്ളതും ഗ്രീൻ വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ട്. കളറുള്ളതിനേക്കാൾ കൂടുതൽ വെറൈറ്റി ഇപ്പോൾ ഉള്ളത് ഗ്രീൻ വെറൈറ്റിയാണ്. ഈ അഗ്ലോണിമ ചെടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതൊരാൾക്കും ഈ ലീഫി പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഇലച്ചെടികളെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് ഈ അഗ്ലോണിമ ചെടികൾ. ഇവയ്ക്ക് പരിചരണം വേണ്ടേ എന്ന് ചോദിച്ചാൽ പരിചരണം നന്നായിട്ട് വേണം. പക്ഷേ ഇത് പിടിച്ചു കിട്ടി നമ്മൾ ഈ അഗ്ലോണിമ ചെടികളുടെ വളർത്തൽ അല്ലെ പരിപാലനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇവയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് തന്നെയുമല്ല, ഒരു ചെടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും നശിച്ചു പോകുന്നില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഏതെങ്കിലും ഒരു തണ്ടിൻ്റെ ഒരു ഭാഗം മാത്രമുള്ളെങ്കിലും നമുക്കതിനെ പിടിപ്പിച്ചെടുക്കാൻ കഴിയും. അതാണ് ഈ ചെടികളുടെ പ്രത്യേകത. നമുക്ക് ഇവയെ ഒന്ന് എളുപ്പത്തിൽ ഞാൻ പരിചയപ്പെടുത്താം. ഓരോന്ന് പരിചയപ്പെടുത്തി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് എളുപ്പത്തിലൊന്ന് പരിചയപ്പെടുത്താം. ഇത് എല്ലാവർക്കും സുപരിചിതമായ റെഡ് ലിപ്സ്റ്റിക്കാണിത്. അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക്. ഇത് പിങ്ക് ലെഗസി. ഇതിന് ഒരുവിധം വിലയുള്ള ചെടിയാണ്. അതുപോലെ ഇത് നിങ്ങൾക്കറിയാമായിരിക്കും, ഫിലോഡെൻഡ്രൻ ബെർക്കിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് അഗ്ലോണിമ മറിയ. ഇത് അഗ്ലോണിമ ക്യൂൻ. ഇതിനിടയ്ക്ക് ഒരെണ്ണമുണ്ട്, നമ്മൾ വളരെ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്. പിന്നെ ഈ അഗ്ലോണിമ ചെടികളെ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ട്രോപ്പിക്കൽ പ്ലാന്റ്സാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇവയെല്ലാം വനങ്ങളിൽ വളർന്നു വന്നിരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഏതാണ്ട് അതിന് തുല്യമായ രീതിയിൽ ഇവയെ ഇങ്ങനെ പരിപാലിക്കുകയും ഒന്നിച്ച് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ആ മഴവെള്ളം വീഴുന്ന രീതിയിൽ നമ്മൾ ഇതിനെ പരിപാലിച്ച് വന്നാൽ ഒരിക്കലും ഇത് നശിച്ചു പോകത്തില്ല. ഇതിന് കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. അധികം വെയിൽ വേണ്ടാത്ത ചെടിയാണ് ഈ അഗ്ലോണിമ ചെടികൾ. അധികം വെയിൽ വേണ്ടാത്തതാണ്. ഇതിനിടയ്ക്ക് ഒരു ചെടിയുണ്ട്. ഇത് കണ്ടില്ലേ, ഗ്രീന്, നല്ല ഗ്രീനാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ നല്ല വെള്ള ലൈനിങ് ഉണ്ട്. അങ്ങനെ ഇത് അഗ്ലോണിമ ബേ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അഗ്ലോണിമ ഡൗവ്. ഇത് യഥാർത്ഥത്തിൽ അഗ്ലോണിമ അല്ല, അഗ്ലോണിമ ആണെന്നും അല്ലെന്നും പറയുന്നു. ഇത് ഡംബ് കെയിൻ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു വിധം ചെടിയാണ്. ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇത് അഗ്ലോണിമ റെഡ് വൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, ഇതൊന്നും ഒരു ചെടിയല്ല. ഇതിൻ്റെ ചുവട്ടിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇത് നോക്കിക്കേ, ഇതിൻ്റെ ചുവട്ടിൽ നോക്കിക്കേ. 1 2 3 4 5 6 7 8 ചെടികളായിട്ട് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ബുഷായിട്ടാണ്. എൻ്റെ എല്ലാ അഗ്ലോണിമ ചെടികളും അതുപോലെ നന്നായിട്ട് നല്ല ബുഷായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പരിപാലന രീതി കൂടെ പറഞ്ഞു. ഇതിൻ്റെ പരിപാലന രീതി എന്ന് പറഞ്ഞാൽ, ഈ അഗ്ലോണിമ ചെടികൾക്ക് വെള്ളം അധികം വേണ്ട. അഗ്ലോണിമ ചെടികൾക്ക് നമ്മൾ എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഈ ചെടി നോക്കിയാൽ അറിയാം. ഈ ചെടിയുടെ മണ്ണ് നോക്കിക്കേ. ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ 2 ആഴ്ച അതിഭയങ്കരമായ മഴയായിരുന്നല്ലോ. എങ്കിലും ഈ ചെടിയുടെ മണ്ണ് നോക്കിക്കേ, ഇപ്പോഴും ഉണങ്ങിയാണ് കിടക്കുന്നത്. അപ്പം ചെടിയുടെ മുകൾ ഭാഗത്തെ മണ്ണ് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അത് ഡ്രൈ ആണെങ്കിൽ, നന്നായിട്ട് ഡ്രൈ ആണെങ്കിൽ മാത്രമേ നമ്മളിതിന് വെള്ളം ഒഴിക്കാവൂ. ഇനി അഥവാ അങ്ങനെ വെള്ളം ഒഴിച്ചാൽ ഒരു 5 ദിവസത്തേക്ക് പിന്നീട് വെള്ളം ഒഴിക്കേണ്ടതില്ല. ഒരിക്കലും അഗ്ലോണിമ ചെടി വെള്ളമില്ലാതെ നശിച്ചു പോകാറില്ല. പക്ഷെ വെള്ളം കൂടിയാൽ എളുപ്പത്തിൽ നശിക്കും. വേറൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, നശിച്ചു പോയ ചെടികളെ നമുക്ക് പുനർജീവിപ്പിക്കണമെങ്കിൽ ഈ വെള്ളം വേണം താനും. ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഇവ വേര് വരികയും ഇല വന്ന് വളർന്നു വരുന്നതായിട്ട് കാണാനും കഴിയും. ഇതിന് ഈ പുഴുക്കളുടെ ആക്രമണമൊക്കെ ഉണ്ടാവും. അഗ്ലോണിമ ചെടികൾ പൊതുവെ പുഴുക്കൾ ആക്രമിക്കാത്ത ചെടികളാണ്. ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകാം. ഒച്ചിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി വൈകുന്നേര സമയങ്ങളിൽ രാവിലെ എടുത്ത് കളയാം. പിന്നെ അല്ലെങ്കിൽ ഈ സ്നെയിലിനെ കൊല്ലുന്ന ചില സ്റ്റിക്കുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ അത്രയും ശല്യം നമുക്ക് കാണുന്നില്ല. എനിക്ക് അഗ്ലോണിമകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നോക്കി അറിയാം. ഇവയിലൊന്നും ഒരു ഇല പോലും പുഴുക്കൾ ആക്രമിക്കുന്നില്ല. ടീച്ചർ, ഇതിന്റെ ഒരു വളപ്രയോഗം ഉണ്ടല്ലോ. ഇതിന്റെ വളപ്രയോഗമുണ്ട്. ഇത് സത്യത്തിൽ പറഞ്ഞാൽ വില കൂടിയ വെറൈറ്റികൾ, പ്രത്യേകിച്ച് നല്ല ഈ പിങ്കും അതുപോലെ തന്നെ
നമ്മുടെ ജയ്പോങ് റെഡ്, അതിലും വില കൂടിയ പനാമ മോഡൽ ചെടികളൊക്കെ നല്ല വിലയുള്ളത് 1500 1700 ഒക്കെ ഉണ്ട്. ഈ വിധം അഗ്ലോണിമകൾക്ക് മണ്ണ് വേണ്ട. ഇവയ്ക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോ പീറ്റും മണലും മാത്രം മതി. പിന്നെ നമുക്ക് സ്വല്പം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും സ്വല്പം ഉപയോഗിക്കാം. സ്വല്പം സാഫ് കലക്കി തളിക്കുന്നു നല്ലതാണ്. ഒരുപാട് നന്ദി ടീച്ചർ. താങ്ക് യു.